നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മുസ്ലിം വോട്ടുകൾ കൈവിട്ടാലും ക്രൈസ്തവ വോട്ടുകൾ തങ്ങളുടെ കയ്യിൽ നിന്ന് നിൽക്കുമെന്ന ശുഭപ്രതീക്ഷയുമായാണ് CPM മുന്നോട്ട് പോകുന്നത്. പാർട്ടി കഴിഞ്ഞ ദിവസം നടത്തിയ വിലയിരുത്തലിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം മുസ്ലിം വോട്ടുകൾ CPM-നെ കൈവിട്ട് UDF പക്ഷത്തേക്ക് പോയപ്പോൾ 2021 തങ്ങൾക്ക് ലഭിച്ച ക്രൈസ്തവ വോട്ടുകൾ വലിയ മാറ്റമൊന്നുമില്ലാതെ CPM-ൽ തുടരുന്നതായാണ് പാർട്ടി കണ്ടെത്തിയത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ചില വിലയിരുത്തലുകൾ പാർട്ടി നടത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പരാജയത്തെക്കുറിച്ച് പാർട്ടി സമ്പൂർണമായ പഠനവും നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ഉണ്ടായ ചില കണ്ടെത്തലുകളിലാണ് ക്രൈസ്തവ വോട്ടുകൾ ഇപ്പോഴും CPM-നെ കാര്യമായി കൈവിട്ടിട്ടില്ലെന്നും മുസ്ലിം വോട്ടുകളാണ് പാർട്ടിയെ ഉപേക്ഷിച്ചു പോയതെന്നും അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം പ്രത്യേകിച്ച് പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDF-ന് വലിയ തോതിൽ മേൽക്കൈ ഉണ്ടാകാൻ കാരണമെന്നും CPM കണ്ടെത്തിയിരുന്നു. എന്നാൽ തെക്കൻ ജില്ലകളിൽ പലപ്പോഴും പല ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലുമെല്ലാം പലപ്പോഴും ക്രൈസ്തവ മേൽക്കോയ്മയുള്ള ക്രൈസ്തവ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ ഇടതു സ്ഥാനാർത്ഥികൾ CPM സ്ഥാനാർത്ഥികൾ ഇപ്പോഴും വിജയിക്കുന്നുണ്ടെന്നാണ് പാർട്ടി കണ്ടെത്തിയത്. പാർട്ടിയുടെ കൃത്യമായ ഒരു പഠനത്തിൽ കണ്ടത് 2026 തെരഞ്ഞെടുപ്പിലും ക്രൈസ്തവ വോട്ടുകൾ UDF-ലേക്ക് ഒഴുകിപ്പോകാൻ സാധ്യത വളരെ കുറവാണെന്നാണ്. കാരണം KM മാണിയും ഉമ്മൻചാണ്ടിയും ഒന്നുമില്ലാത്ത UDF-നോട് ഇപ്പോഴും ക്രൈസ്തവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലത്രേ. മാത്രമല്ല, ക്രൈസ്തവരുടെ പ്രമുഖ പാർട്ടിയായ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഇപ്പോഴും ഇടതുമുന്നണിയിൽ നിൽക്കുകയാണ് എന്ന് മാത്രമല്ല, ഇടതുമുന്നണി വിട്ട് പോകില്ലെന്ന് ജോസ് കെ മാണി ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. ജോസ് കെ മാണിക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന വലിയൊരു ശതമാനം വോട്ട് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി മണ്ഡലങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണിയെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തുക എന്നതാണ് ഇപ്പോൾ CPM ലക്ഷ്യമിടുന്നത്. മാത്രമല്ല, തീരദേശ മേഖലകളിലും കഴിഞ്ഞ തവണ CPM-ന് വോട്ട് ചെയ്ത ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങൾ ഇപ്പോഴും CPM-നോടൊപ്പം തന്നെ നിലനിൽക്കുന്നുവെന്നാണ് പാർട്ടി കണ്ടെത്തിയത്. ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് അല്പം ചില വോട്ടുകൾ തിരിഞ്ഞുപോയത്. KC വേണുഗോപാൽ മത്സരിച്ചപ്പോൾ അദ്ദേഹത്തിന് ആലപ്പുഴ ജില്ലയിൽ ലത്തീൻ ക്രൈസ്തവ വോട്ടുകൾ ധാരാളം ലഭിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ കൊല്ലം, തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോഴും ലത്തീൻ ക്രൈസ്തവ വോട്ടുകൾ ഇടതുമുന്നണിയോടൊപ്പം നിൽക്കുകയാണെന്നും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർ അല്പമൊന്ന് മാറ്റി ചെയ്തെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 പോലെ തന്നെ CPM-നും ഇടതുമുന്നണിക്കൊപ്പം ലത്തീൻ ക്രൈസ്തവ വോട്ടുകൾ നിൽക്കുമെന്നും അങ്ങനെ വരുമ്പോൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം മേഖലകളിലെ അല്ലെങ്കിൽ ജില്ലകളിലെ തീരദേശ മേഖലകളിൽ CPM-ന് ലഭിച്ച സീറ്റുകൾ വീണ്ടും നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാർട്ടി. എന്നാൽ മുസ്ലിം വോട്ടുകൾ LDF-നെ വിട്ട് UDF-ലേക്ക് പോയത് അത്ര കാര്യമാക്കണ്ടെന്നും അതുകൊണ്ട് തന്നെ ഹൈന്ദവ വോട്ടുകൾ CPM-നും ഇടതുമുന്നണിക്കും ഒപ്പം ഉറച്ചു നിൽക്കുമെന്നും ഉള്ള ഒരു ആഗ്രഹത്തിലാണ്, പ്രതീക്ഷയിലാണ് ഇപ്പോൾ പാർട്ടി മുന്നോട്ട് പോകുന്നത്. പാർട്ടി നടത്തിയ വിലയിരുത്തലിലും കാര്യമായ ഹൈന്ദവ വോട്ടുകൾ പാർട്ടിക്ക് നഷ്ടപ്പെടുന്നില്ല എന്ന് കണ്ടെത്തിയിരുന്നു. നിലമ്പൂർ ബൈ ഇലക്ഷനിൽ M സ്വരാജിന് ലഭിച്ച 66,000 വോട്ടുകൾ ഹൈന്ദവ വോട്ടുകൾ തങ്ങൾക്ക് ലഭിച്ചത് കൊണ്ടാണെന്നും അതുകൊണ്ട് വലിയ ഭയമൊന്നും അക്കാര്യത്തിൽ വേണ്ട എന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ CPM. ഏതായാലും മുസ്ലിം വോട്ടുകൾ പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ വെച്ച് അത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നാണ് പാർട്ടി മാനേജർമാർ വിശ്വസിക്കുന്നത്. പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് നടത്തിയ അവലോകന യോഗത്തിലാണ് ഈ റിപ്പോർട്ടുകളിലെല്ലാം ചർച്ചയ്ക്ക് വിധേയമാക്കിയതെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു.